കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന ഒരു സമയം കൂടിയാണ്. AP ജാഫർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ജാഫർ, താങ്കൾ എവിടെയാണുള്ളത്? ഞങ്ങളിപ്പോ പെഹൽഗാമിലാണ്. ആക്രമണം നടന്നതിൽ ഒരു 500 മീറ്റർ അകലെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ ആക്രമണം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ? അതെ, ഞങ്ങൾ 2 ദിവസമായി ഞങ്ങള് ഫാമിലി അടക്കം 16 പേരടങ്ങുന്ന സംഘമായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നായിരുന്നു പെഹൽഗാം ഉദ്ദേശിച്ചിരുന്നത്. ഞങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു അരമണിക്കൂർ നിർത്തി, കുറച്ച് വൈകിപ്പോയി. അല്ലെങ്കിൽ സംഭവത്തിന്റെ സ്ഥലത്ത് എത്തേണ്ടതായിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലം അറിയാമല്ലോ, ഒരു കുതിരപ്പുറത്ത് മാത്രമേ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ എത്താൻ പറ്റുള്ളൂ. ഞങ്ങളെല്ലാരും കുതിരകളെ എടുത്ത് ഈ ബേസിൽ വാലി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഒരു 50-100 മീറ്റർ തൊട്ടടുത്തെത്തിയപ്പോഴാണ് മറ്റുള്ളവരൊക്കെ കരഞ്ഞും കൊണ്ട് ഓടി കുതിരകൾ ഇട്ടിട്ടും കുതിരപ്പുറത്തായിട്ട് ഓടി വരുന്നത് കണ്ടത്. അപ്പൊ അങ്ങനെ ഭയങ്കര കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി വന്നു. അപ്പൊ അപ്പോഴൊന്നും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവമാണ് അവിടെ ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തില് ഉപ്പയും ഉമ്മയും അതുപോലെ എന്റെ ചെറിയ കുട്ടിയടക്കമുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാരും ഈ താഴ്വരയിലെത്തി ഇറങ്ങുമ്പോഴാണ് അവിടെ എന്തോ എൻകൗണ്ടർ നടക്കുന്നതെന്ന് കാശ്മീരികൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാര്. പക്ഷെ ഇത് ഇത്രയും വലിയൊരു സംഭവമാണ് താഴെ. അതായത് ഒരുപക്ഷെ ആദ്യ സമയത്ത് ഇതൊരു ഭീകരാക്രമണം എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകില്ലായിരിക്കും അല്ലെ? ഇല്ല, അവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതൊരു ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ്, അവിടെ ജനവാസ മേഖലയല്ല. ഈ ടൂറിസ്റ്റുകളും പിന്നെ ഈ കുതിരനെ കൊണ്ടുവന്ന കുതിരക്കാരും മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ. താങ്കൾ ടൂർ ഓപ്പറേറ്റർ ആണോ? അല്ല, ഞാൻ കഴിഞ്ഞ നവംബറിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഫാമിലി കൊണ്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം പോയത്. ഞങ്ങൾ എല്ലാവരും. നാട്ടിലെവിടെയാണ്? നാട്ടില് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്ക് അടുത്ത് കറുകുപുത്തൂർ. അതായത് ആ സമയത്ത് അവിടെ നിന്ന് ഓടിയെത്തുന്നവരെ അല്ലെങ്കിൽ ഇത് കണ്ട് ഭയന്ന് ചിതറി ഓടിയവരെയൊക്കെ താങ്കൾ കണ്ടു അല്ലേ? ഞങ്ങൾ ഉൾപ്പെടെ തിരിച്ചു ഓടിയവരാണ്. ഞങ്ങൾ അവിടെ വളരെ പതുക്കെ പോയവരെല്ലാരും ഈ ഓടി വരുന്നവർ ഞങ്ങളോടും തിരിച്ചു പോന്നു. അവിടെ ഈ കാശ്മീരിൽ പറയുന്ന എൻകൗണ്ടർ നടക്കുന്നതെന്ന് മാത്രമേ ഇവര് പറയുന്നുള്ളൂ. ഇവർക്കും ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിരുന്നില്ല ഇതൊരു ഭീകരാക്രമണം. കാരണം ഇപ്പൊ അടുത്ത കാലത്തും അങ്ങനെ കേൾക്കാണ്ടായിരുന്നില്ലല്ലോ. അതെ, ഈ പറയുന്ന പ്രദേശത്ത് ആ സമയത്ത് നൂറുകണക്കിന് സഞ്ചാരികൾ ഉണ്ടായിരുന്നോ? നൂറുകണക്കിനൊന്നല്ല, ഇപ്പൊ ശരിക്കും സീസൺ ആണല്ലോ, ഒരുപാട് വെക്കേഷൻ കൂടിയാണല്ലോ. എനിക്ക് തോന്നുന്നു ഒരു 10-20,000 പേരെങ്കിലും ഉണ്ടാവും. കാരണം 3 സ്ഥലമാണ് കാശ്മീരിൽ എല്ലാവരും പോയി, പെഹൽഗാം, സോനമാർഗ്, ഗുൽമർഗ് എന്ന് പറയുന്ന സ്ഥലത്ത്. അതായത് ഈ കുതിരയിലടക്കം ഇത്രത്തോളം ആളുകൾ അവിടെ എത്തും ഒരു ഏകദേശ സമയത്ത് അല്ലേ? അതെ, ഒരു ദിവസം അത്രയധികം ആൾക്കാർ അവിടെ എത്തും. അപ്പോൾ ഒരു വലിയ ഗ്രൗണ്ട് പോലെ അങ്ങനെ ആളുകൾ തമ്പടിക്കുന്ന പ്രദേശമാണ്. ഇതൊരു കുന്നിന്റെ മുകളിലൊരു ഗ്രൗണ്ടാണ്. മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് എല്ലാവരും തന്നെ വിളിക്കുക. അതെ, ഒരു ഭയങ്കര വലിയൊരു മൈതാനം പോലത്തെ ഒരു സ്ഥലമാണ്. അവിടേക്കാണ് എല്ലാരും പോവുക, മുകളിലേക്ക് കയറി പോവുക. അവിടെയാണ് ഈ പറഞ്ഞ സംഭവം. ഞങ്ങൾ ഈ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിഞ്ഞത് ഞങ്ങൾ വാർത്താ മാധ്യമത്തിൽ നിന്നാണ്. അതെ, അവിടെ ഈ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ട് എന്നറിയാം. ഈ ഇങ്ങനെ ഓടി വരുമ്പോൾ അതിൽ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു. അത് അങ്ങനെ എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നോ ജാഫർ? ഞങ്ങൾ പോകുന്ന കൂട്ടത്തിലൊക്കെ മലയാളികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. തിരിച്ചു വരുന്നവരിൽ മലയാളികളുണ്ടോ എന്ന് പ്രത്യേകിച്ച് ആ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അവിടെ ആരും തിരിച്ചു വന്നിറങ്ങിയപ്പോഴും ഇതുപോലത്തെ പെട്ടെന്ന് തന്നെ പട്ടാളവും ഇവരെല്ലാം വന്നിട്ട് നമ്മളെല്ലാം അവിടെ നിന്ന് വാക്കേറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. ആരും അവിടെ നിന്ന് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പറ്റുന്ന അവസ്ഥയിലല്ല. അതായത് സൈന്യമടക്കം വളരെ പെട്ടെന്ന് എത്തി അവിടുന്ന് ആളുകളെ ഒഴിപ്പിച്ചു. അതെ, പെട്ടെന്ന് തന്നെ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററും സൈന്യത്തിന്റെ ഹെലികോപ്റ്ററും. എന്റെ ബ്രദറും എന്റെ കൂടെ ഉണ്ടായിരുന്നു. അയാള് ഇന്ത്യൻ എയർഫോഴ്സിലാണ് ജോലി ചെയ്യുന്നത്. അവരും അവധി എടുത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ അവരും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയാൽ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാലോ. അവരും പെട്ടെന്ന് അവിടുന്ന് സ്ഥലത്തുനിന്ന് മാറാനാണ് ഞങ്ങൾക്ക് കഴിയുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് മാറി. എന്തായാലും തലനാരിഴയ്ക്ക് എന്ന് തന്നെ പറയാമല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങളൊരു ഉച്ചയ്ക്ക് മുമ്പ് അവിടെ എത്തിയിട്ട് ഈ കുതിരപ്പുറത്ത് മുകളിൽ പോകാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പോകുന്ന വഴിക്കാണ് ഇതുപോലെ ഒരു നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിർത്തി. അതില്ലായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ മൈതാനത്തായിരിക്കും നമ്മൾ ഉണ്ടായിട്ടുണ്ടാവുക. ഒരു 10-20 മിനിറ്റ് വൈകിയത് കാരണം. തീർച്ചയായും. ഒപ്പം ഇനിയിപ്പോൾ ഈ പെഹൽഗാം ഉൾപ്പെടെ ഉള്ള പ്രദേശത്തൊക്കെ ഇനി മറ്റ് സ്പോട്ടുകളിലേക്കൊക്കെ പോവുക എന്നത് സാധ്യമാണോ? അങ്ങനെ എന്തെങ്കിലും അറിയിപ്പോ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ?
ഇല്ല, ഞങ്ങളോട് പറഞ്ഞു നാളെ രാവിലെ പറയാം. ഞങ്ങളിപ്പോ ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചപ്പോഴൊക്കെ നാളെ രാവിലെ പറയാം. തൽക്കാലം നിങ്ങൾ ഹോട്ടൽ റൂമിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് പുറത്തു പോകണ്ട, അവിടെ താമസിക്കും. നാളെ രാവിലെ നിങ്ങൾ പഹൽഗാമിൽ ഇനി എന്തായാലും ഒരാഴ്ചത്തേക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. എനിക്കും നാളെ വൈകുന്നേരം തിരിച്ചു പോരണം. നാളെ എങ്ങനെയെങ്കിലും ശ്രീനഗർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ തിരിച്ചു പോരാന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും നാളെ തിരിച്ചു പോരാൻ പ്ലാൻ ചെയ്തവർ തന്നെയാണോ? അല്ലേ, ഞങ്ങൾ രണ്ടുപേരും മാത്രം നാളെ തിരിച്ചു വരാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരിവിടെ തിരിച്ച് ബാക്കി കുറച്ച് സ്ഥലം കൂടി കാണാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരും എന്തായാലും നാളെ തന്നെ ഫ്ലൈറ്റ് കിട്ടുകയാണെങ്കിൽ നാളെ തന്നെ തിരിച്ചു വരും. സംഘം ആകെ നിരാശയിലായിരിക്കും അല്ലേ? എല്ലാരും ശരിക്കും പേടിച്ചു. കുട്ടികളൊക്കെ ഉണ്ട്. 3 വയസ്സായ കുട്ടി മുതൽ 75 വയസ്സായ ഒരു ഉപ്പ വരെ ഉണ്ട് കൂട്ടത്തില്. ഈ നിങ്ങൾ ഏതാണ്ട് അതിന് അടുത്ത് വരെ എത്തിയിരുന്നോ? ഭക്ഷണം കഴിച്ച് പുറപ്പെട്ടിരുന്നോ അവിടേക്ക്? ഞങ്ങൾ വഴിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് ഈ കുതിരേനെ എടുക്കണം. ഞങ്ങൾ 10-12 കുതിരയെ എടുക്കാനുള്ള സമയം കുറച്ച് വൈകി. അപ്പോഴാണ് ഞങ്ങൾ പകുതി ദൂരം എത്തി. ഒരു കുന്ന് കയറിയിട്ട് മുകളിലെത്തണം. അപ്പൊ പകുതി എത്തുമ്പോഴാണ് 200-300 മീറ്റർ ആണോ? അത്രയാണോ ഡിസ്റ്റൻസ് ഉള്ളത്? അതെയോ അതിൽ കൂടുതലുണ്ടോ? അല്ല, അതിൽ കൂടുതലുണ്ടാവും. കുന്ന് കയറി എത്താൻ അതിൽ കൂടുതലുണ്ടാവും. ഏകദേശം ഒരു മണിക്കൂറോളം കുതിരപ്പുറത്ത് പോയാലേ അവിടെ എത്തുള്ളൂ. ഓക്കെ. കുറച്ച് ദുർഘടം പിടിച്ച സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലം. അത്ര എളുപ്പത്തിൽ അത് തന്നെയാണ് ഇതിന്റെ അട്രാക്ഷനും. ആ ഒരു അഡ്വഞ്ചർ പോണി റൈഡ് എന്നാ പറയാ. ആ അഡ്വഞ്ചറാണ് ഇതിന്റെ അട്രാക്ഷൻ. അതിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ പോണത്. ഇതിനു മുമ്പ് താങ്കൾ അവിടെ പോയിട്ടുണ്ട് അല്ലേ? ഈ കഴിഞ്ഞ നവംബറിൽ ഞാനും സുഹൃത്തുക്കളുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ ഞാൻ വീട്ടുകാരെ